السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأنبياء المرسلين أما بعد. പ്രിയരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം യുദ്ധങ്ങൾ തീർക്കുന്ന പുതിയ ലോകക്രമം. മനുഷ്യ ചരിത്രം യുദ്ധത്താൽ നിറഞ്ഞതാണ്. ശക്തിയുടെയും സ്വാർത്ഥതയുടെയും രാഷ്ട്രീയത്തിൻ്റെയും ഫലമാണ് യുദ്ധം. ഇന്ന് യുദ്ധം അത്രയും നാശം വിധിച്ചതോടെ ലോകമൊരു പുതിയ ലോകക്രമം കൊണ്ടുവരികയാണ്. ദ വേൾഡ് ന്യൂ ഓർഡർ കൊണ്ടുവരികയാണ്. അത് സഹജീവിതയുടെയും സമാധാനത്തിൻ്റെയും അടിസ്ഥാനമാക്കിയാണ് കൊണ്ടുവരുന്നത്. കോടിക്കണക്കിന് പിഞ്ചു മക്കളും മനുഷ്യന്മാരും കൊല്ലപ്പെടുന്നു. പരിസ്ഥിതി മലിനീകരണം, ബോംബാക്രമണം എന്നിവകളെല്ലാം യുദ്ധം കാരണമായിട്ട് നടക്കുന്നുണ്ട്. എന്നാൽ ലോകമിനി ശക്തിപ്രയോഗം മാത്രമല്ല, സംവാദമാകണം. ഐക്യരാഷ്ട്രസഭ, അന്തർദേശ നടപടികൾ, ശാന്തി നിയമങ്ങൾ ഇതെല്ലാം ശക്തിപ്പെടുത്തണം. സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിൽ നീതി പാലിക്കണം. മാനവിക അവകാശങ്ങൾ, അതൊക്കെയാണ് യഥാർത്ഥ യുദ്ധത്തിൻ്റെ ആയുധങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടാതെ ഇതൊക്കെയാണ് ലോകക്രമത്തിന് ആവശ്യമുള്ള കാര്യമെന്ന് നമുക്കിതിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇസ്ലാം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ മതമാണ്. ഇസ്ലാം എന്ന പദം തന്നെ സലാം, പീസ് എന്നതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട്, ബിൽ അദ്ലി വഖ്സിതു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നീതി പുലർത്തുക, അതാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയം. ഇന്ന് യുദ്ധങ്ങൾ തോക്കുകൾ കൊണ്ട് മാത്രമല്ല, മറിച്ച് സൈബർ ആക്രമണം, വ്യാജ വാർത്ത, സാമ്പത്തിക യുദ്ധം എന്നീ പലയിടങ്ങളിൽ കൂടെ ലോകം സഞ്ചരിക്കുന്നുണ്ട്. പുതിയ ലോകക്രമം മാനവ മൂല്യങ്ങളും ധാർമ്മികതയും പ്രാമുഖ്യപ്പെടുത്തുന്നുണ്ട്. അതേപോലെയാണ് ഇപ്പോൾ നടന്ന ഇസ്രായേലും പലസ്തീൻ യുദ്ധങ്ങൾ. എത്ര പിഞ്ചോമനകളാണ് കൊല്ലപ്പെട്ടത്. അവർ പട്ടിണിക്കിട്ട് എത്ര മനുഷ്യന്മാരെയാണ് കൊന്നത്. അതേപോലെ യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം. ഇങ്ങനെ ഭാവിയിൽ ഈ യുദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് നഷ്ടങ്ങൾ മാത്രമാണ് ലഭിക്കുക. സമാധാനവും നീതിയും മാത്രമാണ് സ്ഥിരതയുള്ള ലോകത്തിന്റെ അടിത്തറ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലോകത്ത് സമാധാനവും സ്വാതന്ത്ര്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.